ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിലെ ചില ആത്മീക ചിന്തകളാണ് നമ്മൾ പങ്കിടാനായിട്ട് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ ആമുഖം എന്നോണം ചില കാര്യങ്ങൾ പറയാനായിട്ടിടയായിട്ട് തീർന്നു. അത് ആവർത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എൻ്റെ സംക്ഷിപ്ത രൂപമാണ് ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത്. എന്തുകൊണ്ട് ഈ പഠനം എന്നുള്ളത് ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് 2 കാരണങ്ങൾ നിരത്തിക്കൊണ്ട് അത് പറയാനായിട്ട് ഇടയായിട്ട് തീർന്നു. പിന്നീട് തുടർന്ന് എഴുത്തുകാരൻ ആരാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നു. എഴുത്തുകാരനെക്കുറിച്ച് 4 പാഠങ്ങളാണ് ചിന്തിക്കാനായിട്ട് ശ്രമിച്ചത്. തുടർന്നത് എഴുതിയത് ആർക്കാണെന്നും എഴുതിയ കാലവും സന്ദർഭവും അതിൻ്റെ ഉദ്ദേശ്യവും അതിലെ വിഷയവിഭജനവും അതിൻ്റെ സന്ദേശവും, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംക്ഷിപ്തമായിട്ട് ഓർക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഇന്ന് ആദ്യത്തെ 2 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നാം അതിലെ സന്ദേശത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: ക്രിസ്തുവിൻ്റെ കാൽച്ചുവട് പിന്തുടരുക, സത്യകൃപയിൽ നിലനിൽക്കുക. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എല്ലാ അധ്യായങ്ങളിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൃപയെക്കുറിച്ചും അതുപോലെ തന്നെ കർത്താവിൻ്റെ നല്ല മാതൃകകളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആശയത്തിൽ ഈ ഭാഗങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ കാൽച്ചുവട് പിന്തുടരുക, സത്യകൃപയിൽ നിലനിൽക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരുടെ ചില പ്രത്യേകതകളാണ് നമ്മളിതിൽ നിന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കാനായിട്ട് നമുക്ക് 1ഉം 2ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1ഉം 2ഉം വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും മിഥുനയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഒരുപാട് ക്രിയാപദങ്ങൾ നമുക്ക് ഈ 2 വാക്യങ്ങളിൽ ഉണ്ടെങ്കിൽ തന്നെയും എൻ്റെ മനസ്സിലേക്ക് ഇത് വായിച്ചപ്പോൾ സ്പർശിച്ച വിഷയം എന്ന് പറയുന്നത് ആ അനുസരണം കാണിപ്പാൻ എന്നുള്ള പദപ്രയോഗമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു സത്യം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. സത്യകൃപയിൽ നിലനിൽക്കുന്നവർ അവർ അനുസരണമുള്ളവരാണ് എന്നുള്ളത് ഇതിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. സത്യകൃപയിൽ നിലനിൽക്കുന്നവരുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. അവർ അനുസരണമുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കും. നമുക്കറിയാം, ഈ സത്യകൃപ എന്ന് പറയുന്നത് പത്രോസിൻ്റെ ലേഖനത്തിൽ കാണുന്ന ഒരു പദപ്രയോഗമാണ്. ആ സത്യകൃപയുടെ ലക്ഷണങ്ങളാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. അതേ സമയത്ത് ഈ സത്യകൃപയുള്ളപ്പോൾ തന്നെ ഒരു വ്യാജ കൃപയെക്കുറിച്ചിട്ട് നമുക്ക് ആ 1-ാം നൂറ്റാണ്ടിൽ വ്യാപരിച്ചിരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് ആ വ്യാജ കൃപയുടെ ലക്ഷണം എന്ന് പറയുന്നത് ഈ പ്രത്യേകതകളൊന്നുമില്ലാത്ത ജീവിതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സത്യകൃപയിൽ നിലനിൽക്കുന്നവർ അനുസരണമുള്ളവരാണ് എന്നുള്ള പാഠം നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് 7 പാഠങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഈ 1ഉം 2ഉം വാക്യത്തെ അടിസ്ഥാനമാക്കി അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒന്നാമതായിട്ട്, എന്തുകൊണ്ട് അനുസരണമുള്ളവരാകണം? നാം വായിച്ച ആ വാക്യത്തിൽ തന്നെ ആദ്യത്തെ പദം തന്നെ അത് ഓർപ്പിക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ്. ആ യേശുക്രിസ്തുവിൻ്റെ എന്നുള്ള പദമാണ് എന്തുകൊണ്ട് അനുസരണമുള്ളവരാകും, അല്ലെങ്കിൽ അനുസരണമുള്ള ജീവിതം സത്യകൃപയിൽ നിലനിൽക്കുന്നവർ നയിക്കും എന്നുള്ള സത്യം നമ്മെ പഠിപ്പിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, പത്രോസ് ഇവിടെ പറയുന്നത് ഞാൻ യേശുക്രിസ്തുവിൻ്റേതാണ് എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിനുള്ളവരായതിനാൽ അനുസരണമുള്ള ജീവിതം കാഴ്ചവെക്കണം എന്നുള്ള സത്യം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിനുള്ളവരായതിനാൽ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ചില സത്യങ്ങൾ തിരുവെഴുത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഒരുപാട് സത്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെയും സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ വിഷയം മുന്നോട്ട് പോകേണ്ടതായതുകൊണ്ട് തന്നെ 3 കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാനായിട്ട് ശ്രമിക്കുന്നു. നമുക്ക് അറിവുള്ളതാണെങ്കിലും ഒന്ന് ഓർമ്മ പുതുക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്നുകൂടെ കൊണ്ടുവരുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അതിന് ആധാരമായിട്ട്
കൊലോസ്യർ 1:16 നമുക്ക് വായിക്കാം. കൊലോസ്യർ 1:16. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മെ സൃഷ്ടിച്ചത് തന്നെ അവന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ക്രിസ്തുവിനുള്ളവരാണ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് ആ സത്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്തുവിനുള്ളവരായതിനാൽ അനുസരണമുള്ളവരാകണം എന്നുള്ള സത്യമാണ് നമ്മൾ ഓർക്കുന്നത്. ക്രിസ്തുവിനുള്ളവരാണ് എന്ന് പറയുമ്പോൾ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന ഒന്നാമത്തെ സത്യം നമ്മെ സൃഷ്ടിച്ചത് തന്നെ ക്രിസ്തുവിനായിട്ടാണ്, അവന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൊലോസ്യ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അപ്പം അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? നമ്മെ വീണ്ടെടുത്തത് ക്രിസ്തുവിനുള്ളവരാവണം, നമ്മെ വീണ്ടെടുത്തത് അവന് വേണ്ടിയിട്ടാണ് എന്നുള്ള പാഠം അവിടെ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ഞാനധികം വിശദീകരിക്കുന്നില്ല, കാരണം നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് ഉള്ളത് കൊണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനുള്ളവരായതിനാൽ എന്നുള്ളത് കൊണ്ട് മറ്റൊരു സത്യം തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായത്തിൻ്റെ 19ഉം 20ഉം വാക്യം നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പം നമുക്ക് ഈ ജീവിതം തന്നത് തന്നെ ദൈവത്തിൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കാനാണ്. അവൻ്റെ ഉദ്ദേശ്യ സാക്ഷാത്കാരത്തിനാണ് നമുക്ക് ഈ കൊച്ചു ആയുസ്സിൽ ഈ ജീവിതം നൽകിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനുള്ളവരായതിനാൽ എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ മിനിമം ഈ 3 സത്യമെങ്കിലും ഒന്ന് ഓർക്കാനായിട്ട് ശ്രമിക്കാം. എന്നെ അവൻ സൃഷ്ടിച്ചത് അവനായിട്ടാണ്, എന്നെ അവൻ വലിയ വില കൊടുത്ത് വീണ്ടെടുത്തത് അവനായിട്ടാണ്, എനിക്ക് ഈ ആയുസ്സിൽ ഈ ചെറിയ ജീവിതം നൽകിയത്, ഈ ശരീരം ജീവിക്കാനായിട്ട് നൽകിയത് അവൻ്റെ ഉദ്ദേശ സാക്ഷാത്കാരത്തിനായിട്ടാണ്. ക്രിസ്തുവിനുള്ളവരായതിനാൽ എന്നുള്ളത് കൊണ്ട് ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ട് അനുസരണമുള്ളവരാണ് എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിനുള്ളവരായതിനാൽ എന്ന് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ചിന്ത നാം നമുക്കുള്ളവരല്ല, നാം ക്രിസ്തുവിനുള്ളവരാണ് എന്നുള്ള ചിന്ത ആഴത്തിൽ നമ്മെ സ്വാധീനിച്ചാൽ ഓരോ ദിവസവും നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും. ഞാൻ എനിക്കായി ജീവിക്കേണ്ടവനല്ല, എനിക്കായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായി ജീവിക്കേണ്ടവനാണ് എന്നുള്ളത് ഓരോ ദൈവ പൈതലിൻ്റെയും ഹൃദയത്തിൽ രൂഢമൂലമായി സ്വാധീനിക്കേണ്ട, അല്ലെങ്കിൽ ആഴത്തിലിറങ്ങേണ്ട ഒരു ചിന്തയാണ്, ഒരു സത്യമാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത്. ഈ ചിന്ത നമ്മെ സ്വാധീനിക്കുന്നില്ലെങ്കിൽ നാം വിശ്വാസത്തിൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾക്ക് സമാനരായി, ശിശു സഹജ സ്വഭാവമുള്ളവരായിട്ട് കാലം എത്ര കഴിഞ്ഞാലും ആയിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നാം താങ്കൾക്കുള്ളവരല്ല, നമ്മെ വിലയ്ക്ക് വാങ്ങിയ നാഥനുള്ളവരാണെന്നുള്ള ചിന്താ സത്യം നമ്മുടെ ജീവിതത്തിൽ ആഴമായിട്ട് പതിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ സത്യകൃപയിൽ നിലനിൽക്കുന്നവർ അവർ അനുസരണമുള്ളവരാണ്, കാരണം അവർ ക്രിസ്തുവിനുള്ളവരായതിനാൽ എന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ആശയത്തിലേക്ക് നമുക്ക് പോകാം. നാം വായിച്ച അവിടെ തന്നെ അത് കാണുന്നുണ്ട്. ചിതറിപ്പാർക്കുന്ന പരദേശികളും. നാം 1 പത്രോസ് 1:1 ഇങ്ങനെയാണ് വായിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്കിയിലും ആസിയയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ചിതറിപ്പാർക്കുന്ന പരദേശികൾ, ഈ പ്രയോഗം നമ്മെ ഒരു സത്യം ഓർപ്പിക്കുകയാണ്. എന്തുകൊണ്ട് അനുസരണമുള്ളവരാണ്? ചിതറിപ്പാർക്കുന്ന പരദേശികളായതിനാൽ. ചിതറിപ്പാർക്കുന്ന പരദേശികൾ, ചിതറിപ്പാർക്കുന്നവർ എന്നുള്ളത് പല സ്ഥലങ്ങളിലായിരുന്നവർ എന്നുള്ള അർത്ഥത്തിലും, പരദേശികൾ എന്നുള്ളത് സ്വന്തം ദേശം വിട്ട് അന്യദേശത്തേക്ക് പോകേണ്ടി വന്നവർ എന്നുള്ള ആശയമാണ് നൽകുന്നത്. ഇതിൻ്റെ മൂലഭാഷയിൽ വിശാലമായ അർത്ഥത്തിൽ നമുക്കത് ചിന്തിക്കാൻ
പറയാനായിട്ട് സാധിക്കുമെങ്കിലും ഇതിലെ സന്ദേശം മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ പത്രോസിൻ്റെ മറ്റൊരു പ്രയോഗമാണ് പ്രവാസികൾ, ഒരു സ്ഥലത്ത് സ്ഥിരതാമസക്കാരല്ലാത്തവർ എന്നുള്ള ആശയത്തിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് സത്യകൃപയിൽ നിലനിൽക്കുന്നവർ അനുസരണമുള്ളവരാകണമെന്ന് ചോദിച്ചാൽ, നാം ചിതറിപ്പാർക്കുന്ന പരദേശികളാണ്. നമ്മുടെ സ്വന്തം ദേശം ഇവിടെയല്ല എന്ന് ചുരുക്കം. ആയതിനാൽ നാം അനുസരണമുള്ളവരായ ജീവിതം നയിക്കണമെന്നുള്ളതാണ്. 3 കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിലും തിരുവഴുത്തിൽ നിന്ന് മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒന്ന് പറയുമ്പോൾ ഈ സത്യത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളു. അപ്പോൾ ചിതറിപ്പാർക്കുന്ന പരദേശികൾ എന്നുള്ള സത്യം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് കർത്താവിൻ്റെ പ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. സ്വന്തം ദേശത്ത് നിക്ഷേപം സ്വരൂപിക്കും. ചിതറിപ്പാർക്കുന്ന പരദേശികളാകുന്ന ആണ് എന്നുള്ള ചിന്ത എന്നെ ഭരിക്കുന്നുവെങ്കിൽ, ഞാൻ ഏർപ്പെടുന്ന ജോലി മേഖലകളിലായാലും എൻ്റെ അനുദിന ജീവിതത്തിലായാലും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും എൻ്റെ ചിന്ത സ്വന്തം ദേശത്തെക്കുറിച്ച്, സ്വന്തം ദേശത്ത് നിക്ഷേപം സ്വരൂപിക്കുന്നതിനെക്കുറിച്ച് ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പലപ്പോഴും നാം ആ സത്യം, ഈ ചിന്ത നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഒരുപക്ഷെ ജോലി തിരക്ക് കൊണ്ട് അല്ലെങ്കിൽ ഈ ജഡത്തിലുള്ള മറ്റു പല കാര്യങ്ങൾ കൊണ്ട് ഈ ചിന്ത നമ്മെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ അനുദിന ജീവിതങ്ങളിൽ നിന്ന് വെളിപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നാൽ നാം ചിതറിപ്പാർക്കുന്ന പരദേശികളാണ്. നമ്മുടെ ദേശം ഈ പാരിലല്ല എന്നുള്ള ചിന്ത ആഴത്തിൽ നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഭരിക്കുമ്പോൾ സ്വന്തം ദേശത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയുള്ളവരായി നമ്മുടെ സമയങ്ങൾ ആ കർത്താവിൻ്റെ ആ നല്ല ദേശത്ത്, നമ്മുടെ ആ സ്വന്തം ദേശത്ത്, കർത്താവ് തരുന്ന ആ നല്ല ദേശത്ത് നിക്ഷേപം സ്വരൂപിക്കാനായിട്ട് നാം സമയത്തെ കണ്ടെത്തും, മാറ്റിവെക്കും. ആ മനോഭാവത്തിൽ നാം ജോലി ചെയ്യും, ആ മനോഭാവത്തിൽ നാം ഇടപെടും, ആ മനോഭാവത്തിൽ നാം കുടുംബത്തിൽ പെരുമാറും. അപ്പോൾ സ്വന്തം ദേശത്ത് സ്വരൂപം നിക്ഷേപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റൊരു കാര്യം, ആ അധ്യായത്തിൽ തന്നെ 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 21-ാമത്തെ വാക്യം മത്തായി സുവിശേഷം 6:21. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. കൊലോസ്യ ലേഖനം 3:1 നാം ഇതിന് സമാനമായ ആശയം കാണുന്നുണ്ട്. ഉയരത്തിലുള്ളത് ചിന്തിക്കും, സ്വന്തം ദേശത്തിലുള്ളത് ചിന്തിക്കുന്നവരായിരിക്കും. അപ്പോൾ ചിതറിപ്പാർക്കുന്ന പരദേശികൾ എന്നുള്ള ആ പ്രയോഗം പല സത്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും. എന്നാൽ ചില സത്യങ്ങൾ ഒന്ന് ക്രമത്തിൽ ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം ദേശത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത ആഴത്തിൽ നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. 3-ാമത്തെ കാര്യം, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. അതെ, സ്വന്തം ദേശത്തെ വെളിപ്പെടുത്തുന്നവരായിരിക്കും, സ്വന്തം ദേശത്തെ വെളിപ്പെടുത്തുന്നവരായിരിക്കും. അതായത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആക്കിയിരിക്കുന്ന മേഖലകളിൽ നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് ആ വെളിച്ചം വെളിപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. ചിതറിപ്പാർക്കുന്ന പരദേശികൾ എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഇത് പഠിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മെ അനുദിനം സ്വാധീനിക്കുന്നുണ്ടോ? പഴയ നിയമത്തിൽ ഈ ചിന്ത ആഴത്തിൽ സ്വാധീനിച്ച, ഈ ചിന്ത അനുദിന ജീവിതത്തിൽ നഷ്ടപ്പെടാതെ സൂക്ഷിച്ച ഭക്തനായിരുന്നു അബ്രഹാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവൻ താമസിച്ച ഇടങ്ങളിൽ ദൈവം അവനെ നടത്തിയ ഓരോ ചുവടിലും അവൻ കൂടാരം മാറി മാറി അടിച്ചപ്പോഴും കർത്താവിനെ ആരാധിക്കുവാനായിട്ട് യാഗപീഠം പണിതതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ തൻ്റെ സന്തത സഹചാരിയായ ലോത്തിനത് സാധിച്ചില്ല. ലോത്ത് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാൽ വ്യാപൃതനായിത്തീർന്ന് സ്വന്തം ദേശത്തെക്കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെട്ടു പോയി. അത് അവന് വലിയൊരു കെണിയായിട്ട് തീരാനിടയായിട്ട് തീർന്നു. ഇത് തന്നെ നമുക്കും സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ മാതൃക നമ്മുടെ കർത്താവ് തന്നെയാണ്. കർത്താവ് വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ മാതൃക നമുക്ക് ഇത്തരണത്തിൽ ഓർക്കുവാനായിട്ട് സാധിക്കും. സ്വന്തം ദേശത്തെക്കുറിച്ചുള്ള ആ പരൻ ശില്പിയായിട്ട് നിർമ്മിക്കുന്ന ആ നഗരത്തിനായിട്ട് കാത്തിരുന്നു എന്നുള്ളത് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള
ചിന്ത നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ ഇത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അബ്രഹാമിൻ്റെ ആ മാതൃക നാം അഡോപ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പലപ്പോഴും ലോത്തിനെ പോലെ ആകാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ നമ്മിൽ നിന്ന് ഈ ചിന്ത നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് വലിയൊരു കെണിയായിട്ട് തീരുമെന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ രണ്ടാമത്തെ കുറിപ്പിൽ നിന്ന് വിടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായിട്ട്, എന്തുകൊണ്ട് അനുസരണമുള്ളവരാകണം എന്ന് ചോദിക്കുമ്പോൾ ആ വാക്യം തന്നെ നാം ഒന്നുകൂടെ നിരീക്ഷിക്കുമ്പോൾ രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഒന്നാം വാക്യത്തിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം എന്നുള്ളത്. അപ്പോൾ മൂന്നാമത്തെ കുറിപ്പ് അല്ലെങ്കിൽ മൂന്നാമത്തെ പാഠം ഇതാണ്: പിതാവായ ദൈവത്താൽ മുന്നറിഞ്ഞവരായതിനാൽ നാം പിതാവായ ദൈവത്താൽ അല്ലെങ്കിൽ നാം ദൈവത്താൽ മുന്നറിഞ്ഞവരാണ്, നാം സാധാരണക്കാരല്ല. ഈ ചിന്ത നമ്മെ സ്വാധീനിക്കേണ്ടത് ആവശ്യമാണ്. അത് അനുസരണമുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മെ സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വാറൻ W.Yearsby എന്ന് പറയുന്ന കർത്തൃദാസൻ മുന്നറിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച്, പിതാവായ ദൈവത്താൽ മുന്നറിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് എഴുതിയ ഒരു കമൻറ്റ് വളരെ നല്ലതായി എനിക്ക് തോന്നി. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വ്യക്തിപരമായ ഒരുവൻ്റെ സ്നേഹം മറ്റൊരുവനിലേക്ക് പകരുക എന്നുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന പദമായിട്ടാണ് മുന്നറിഞ്ഞു എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് തിരുവെഴുത്ത്. അതായത് ഒരുവൻ്റെ സ്നേഹം മറ്റുള്ളവനിലേക്ക് പകരുക എന്നുള്ളതാണ് പിതാവായ ദൈവത്താൽ മുന്നറിഞ്ഞു എന്നുള്ളതിന് താൻ കൊടുത്തിരിക്കുന്ന കമൻ്റ് എന്ന് പറയുന്നത്. അതെ, അറിവ് എന്നുള്ളതിനെ തിരുവെഴുത്ത് ഉപയോഗിച്ചിരിക്കുന്ന പഴയ നിയമത്തിൽ ഇംഗ്ലീഷ് ഭാഷാന്തരം ന്യൂ എന്നുള്ളതാണ്. ആദാം ഹൗവയെ പരിഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ആദാം ഹൗവയെ അറിഞ്ഞു എന്നുള്ളതാണ്. അത് ലൈംഗിക ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ പിതാവായ ദൈവത്താൽ മുൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ അത് വ്യക്തിപരമായ ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഈ വിഷയം ക്രൈസ്തവ ഗോളത്തിൽ തന്നെ പല നിലകളിൽ പല വിധത്തിലുള്ള ചർച്ചകളും വാദങ്ങളും ഒക്കെ ഇടയാക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളത് അറിയാം. എന്നാൽ അതൊന്നും നമ്മൾ ചിന്തിച്ച് സമയം കളയേണ്ടത് ആവശ്യമില്ല. നമ്മെ സംബന്ധിച്ച് ഇതിൽ നിന്ന് ദൈവാത്മാവ് നൽകുന്ന ആത്മീക വർധനവിനുള്ള പാഠം എന്താണ് എന്ന് മാത്രം നാം നോക്കിയാൽ മതിയെന്നാണ് എൻ്റെ പക്ഷം. അതിനിത് ധാരാളമാണ്. കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് വരുവാനായിട്ട് എനിക്ക് ഇടയായിട്ട് തീർന്നു. പിതാവായ ദൈവത്താൽ മുന്നറിഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ നിന്ന് 3 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. പിതാവായ ദൈവത്താൽ മുന്നറിഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് ദൈവിക പദ്ധതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത് ദൈവിക പദ്ധതിയാണ്. മനുഷ്യൻ്റെ മനസ്സിൽ കടന്നുകൂടിയ ആശയം എഴുതി ഫലിപ്പിച്ച് അത് രൂപപ്പെടുത്തിയിട്ടുള്ളതല്ല. ഇത് ദൈവിക പദ്ധതിയാണ് എന്നുള്ളത് പിതാവായ ദൈവത്താൽ മുന്നറിഞ്ഞു എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് ഈ വലിയ പദ്ധതിയുടെ ഭാഗമാകാൻ ദാവീദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എളിയവരും ദരിദ്രരുമായ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. ഈ വലിയ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. അതിൽ പങ്കും ഓഹരിയും നമുക്ക് ലഭിച്ചു എന്ന് പറയുന്നത് കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ, അവനെ മഹത്വപ്പെടുത്താൻ തന്നെ മതിയായ കാര്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ അത് കുറെ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം: ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? ഓക്കെ, അതിൻ്റെ പശ്ചാത്തലമൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിൽ തന്നെയും ഈ സത്യത്തോട് ചേർത്ത് നമുക്കത് ചിന്തിക്കാൻ സാധിക്കും. വിശേഷം ദൈവത്തെ അറിയാനും ദൈവം നമ്മെ അറിയാനും ഇടയായിട്ട് തീർന്നു. എളിയവരും ദരിദ്രനുമായ നമ്മെ ഈ സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, പരമാധികാരിയായ ദൈവം, സകലവും തൻ്റെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചവനായ ദൈവം, ആ സ്രഷ്ടാവായ ദൈവം അറിഞ്ഞു എന്നുള്ളത് എത്രയോ വലിയ പദവിയാണ്. ആ പദ്ധതിയിൽ നമുക്കും ഒരു പങ്കും ഓഹരിയും തന്നു എന്നുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മെ സഹായിക്കും. രണ്ടാമത്, ഇത് ദൈവിക സ്വഭാവമാണ്.
ദൈവിക സ്വഭാവമാണ്. നമുക്കറിയാം, തിരുവഴുത്തിൽ നാം ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആ സർവജ്ഞാനം എന്നുള്ളത് അവൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം സർവജ്ഞാനിയാണ്. അവനെല്ലാം അറിയാം. നമ്മുടെ ഇന്നലെകളും ഇന്നുകളും നാളുകളും അവനറിയാം എന്നുള്ളത് ഈ ദൈവിക സ്വഭാവം എന്നുള്ളതിൽ നിന്ന് നമുക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു സത്യം പഠിക്കാനായിട്ട് സാധിക്കും. ഇത് ദൈവിക സ്വഭാവമാണ്. പിതാവായ ദൈവത്താൽ മുന്നറിഞ്ഞു. മനുഷ്യർക്ക് അസാധ്യമാണ്, എന്നാൽ ഇത് ദൈവിക സ്വഭാവമാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന പാഠം എന്ന് പറയുന്നത് ആകുലത്തിന് തെല്ലും ആവശ്യമില്ല. നമ്മുടെ നാളുകൾ, നമ്മുടെ അവസാനം എന്താണ് എന്നുള്ളത്, എങ്ങനെയായിരിക്കും എന്നുള്ളത് കർത്താവിനറിയാം. ആ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അതുകൊണ്ട് ആകുലത്തിന് തെല്ലും ആവശ്യമില്ല എന്ന് ടി.കെ. ശമുവേൽ സാർ പാടിയതുപോലെ നമുക്കും ഈ പാരിലെ പരദേശ പ്രയാണത്തിൽ പാടുവാനായിട്ട് സാധിക്കും എന്നുള്ളത് അവിടെ നിന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമതായിട്ട് എഫേസ്യ ലേഖനം 1:6 വായിക്കേണ്ട. നമുക്കറിയാം, ദൈവത്തിൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടാണ് ഇതെല്ലാം ദൈവം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ മതിയായ ഒരു പ്രവൃത്തിയായിട്ട് നമുക്ക് അത് ചിന്തിക്കാനായിട്ട് സാധിക്കും. അതെ, പിതാവായ ദൈവത്താൽ മുന്നറിഞ്ഞവരായതിനാൽ അനുസരണമുള്ള ജീവിതം നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അടുത്ത ആശയത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ആശയം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചു എന്നുള്ളത് നാം ആ 1-ാം വാക്യത്തിൽ തന്നെ കാണുന്നുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചു. ആത്മാവിൻ്റെ, അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ലളിതമായി മനസ്സിലാക്കാവുന്ന ഒരു സത്യമാണ്, ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചവരായതിനാൽ നാം അനുസരണമുള്ള ജീവിതം കാഴ്ചവെക്കാനായിട്ട് ഇടയായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. ഇതിൽ നിന്ന് ആത്മാവിൻ്റെ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ വിശുദ്ധീകരണത്തെക്കുറിച്ച് പ്രിയ അജി ബ്രദറിലൂടെ നമ്മൾ വിശുദ്ധമായി തന്നെ അത് പഠിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അധികം വിശദീകരണമില്ലെങ്കിലും 3 കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് ഓർപ്പിച്ച് പോകാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് അനുസരണമുള്ളവരാകണം? ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചവർ ആയതിനാൽ. ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചവരായ 1 കൊരിന്ത്യർ 6:10-11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 6:10-11. അതിൽ നിന്ന് നമുക്ക് ഇത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയായിട്ട് അത് പഠിക്കാനായിട്ട് സാധിക്കും. പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വായുഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രവൃത്തിയായിട്ട് അത് നമ്മൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അത് വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നതും അത് ആരംഭം മുതൽ ഒടുവ് വരെ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ പ്രവർത്തനം നമുക്ക് വ്യക്തമായിട്ട് തിരുവെഴുത്തുകളിൽ കാണാനായിട്ട് സാധിക്കും. ഒരു പാപിയെ അവൻ്റെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നത് മുതൽ സകല സത്യത്തിലും വഴി നടത്തുവാൻ അവനെ പ്രാപ്തിപ്പെടുത്തിക്കൊണ്ട് ആ തേജസ്കരണത്തിലേക്ക് പൂർത്തീകരണം പ്രാപിക്കുന്നതുവരെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് തിരുവെഴുത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയാണ് എന്ന് പറയുമ്പോൾ സഹോദരൻ ജോൺ കുര്യൻ എഴുതിയ ദൈവം എന്നിൽ പ്രസാദിക്കുന്നത് എപ്പോൾ എന്നുള്ള പുസ്തകത്തിൽ താൻ ഇതിനെക്കുറിച്ച് ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് മനോഹരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രകാരമാണ്, പരിശുദ്ധ ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അതിനെക്കുറിച്ച് താൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉൽപ്പാദിപ്പിക്കുന്ന പണിശാലയാണ് എൻ്റെ ഹൃദയം. അപ്പോൾ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി എന്താണ്? ഈ പാരിൽ എൻ്റെ ഹൃദയത്തെ ഒരു പണിശാലയാക്കി മാറ്റുകയാണ്. എന്തിനുള്ള പണിശാലയാണ്? ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്നിൽ ഉൽപ്പാദിപ്പിക്കുന്ന പണിശാല എന്നാണ് താൻ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഒരു പണിശാലയോട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ആ പണിശാലയാകുന്ന ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപനാക്കുന്ന ആ പ്രക്രിയ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. കർത്താവ് തന്നെ അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞു, ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോവുകയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്.
ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും, അവൻ വന്ന് ബോധം വരുത്തും. ആ രീതിയിൽ നാം തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. എന്താ പ്രയോജനം? എൻ്റെ സ്വഭാവം നിങ്ങളുടെ ഹൃദയമാകുന്ന പണിശാലയിൽ പരിശുദ്ധാത്മാവാം ദൈവം പ്രവർത്തിച്ച് ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആത്മാവിൻ്റെ പ്രവൃത്തിയാണെന്നുള്ള ഒരു തലം ഞാൻ ആദ്യത്തെ ഭാഗത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ദൈവജനത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇത് ദൈവജനത്തിൻ്റെ പ്രവൃത്തിയാണ്. ആ ഗ്രന്ഥത്തിൽ ഇതിന് ഈ സ്റ്റേറ്റ്മെൻറ്റിന് തൊട്ട് താഴെ താൻ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഇന്ന് അനേകരുടെ ഹൃദയമാകുന്ന പണിശാല പൂട്ടിക്കിടക്കുകയാണ്. സഹോദരൻ ജോൺ കുര്യൻ എഴുതിയ പുസ്തകത്തിൽ നിന്നുള്ള കോട്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് അനേകരുടെ ഹൃദയമാകുന്ന പണിശാല പൂട്ടിക്കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് പൂട്ടിക്കിടക്കുന്നതെന്നറിയാമോ? കീഴ്പ്പെടുവാൻ മനസ്സില്ല. ദൈവാത്മാവിൻ്റെ പ്രവൃത്തി നമ്മിൽ നടക്കുന്നു. ആ പ്രവൃത്തിയോട് സഹകരിക്കുവാൻ, കീഴ്പ്പെടുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും മനസ്സില്ലെങ്കിൽ ആ ഹൃദയമാകുന്ന പണിശാല പൂട്ടിക്കിടക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ജഡത്തിൻ്റെ മോഹങ്ങൾ പതിയെ പതിയെ ഉയരാനായിട്ട് ഇടയായിട്ട് തീരും. അപ്പോൾ ഇത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയാണ്, അതൊരു വശം. അതോടൊപ്പം തന്നെ ഒരു നാണയത്തിൻ്റെ മറുവശം എന്നപോലെ നമുക്കും അതിൽ വലിയ പങ്കുണ്ട്. നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തണം. നമ്മുടെ പങ്ക് നാം കൃത്യമായിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഹൃദയമാകുന്ന പണിശാലയിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉൽപ്പാദിപ്പിക്കുവാൻ ദൈവാത്മാവിനെ പണി ചെയ്യുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയമാകുന്ന പണിശാലയിൽ പണി ചെയ്യണമെങ്കിൽ നാം വിധേയപ്പെടുവാൻ, കീഴ്പ്പെടുന്ന മനസ്സുള്ളവരായിട്ട് തീരേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ ഒരു സത്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് ആത്മാവിൻ്റെ ഫലമായിട്ട് ഗലാത്യ ലേഖനത്തിൽ 5:22 മുതൽ 22 നാം വായിക്കുന്നുണ്ട്, ആത്മാവിൻ്റെ ഫലമോ എന്നുള്ളത്. അപ്പോൾ ഇത് പുരോഗമനപരമായ പ്രവൃത്തിയാണ്. ഒരു ദിവസം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഈ വിശദീകരണ പ്രക്രിയ എന്ന് പറയുന്നത് പുരോഗമനപരമാണ്. ഇത് നാം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണെങ്കിലും സന്ദർഭവശാൽ ഞാൻ നിങ്ങളുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമല്ല. ഗലാത്യർ 5:22 ആത്മാവിൻ്റെ ഫലമോ എന്ന് പറഞ്ഞിട്ടാണ് അതിലെഴുതിയിരിക്കുന്നത്. ആത്മാവിൻ്റെ ഫലം നമുക്കറിയാം. ഫലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പോകുന്നത് ഒരു വൃക്ഷത്തോടാണ്. അപ്പോൾ ഒരു വൃക്ഷത്തിൽ ഫലം കായ്ക്കുന്നത് അതിന് ചില സ്റ്റേജുകളൊക്കെ ഉണ്ട്. ആ സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടാണ് ആ വൃക്ഷത്തിൽ ഫലം ഉളവാകുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഈ വിശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നത് അത് പുരോഗമനപരമായ പ്രക്രിയയാണ്. അതിന് നമ്മുടെ പങ്കും ദൈവാത്മാവിൻ്റെ പങ്കും ഒരുപോലെ ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നു എന്നുള്ള സത്യം ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഓർപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത പാഠത്തിലേക്ക് നമുക്ക് പോകാം. പ്രധാനമായിട്ട് 7 പാഠങ്ങളാണ് ഇതുപോലെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാക്കാവുന്ന ലളിതമായ പാഠങ്ങളാണ്. എന്നാൽ ഞാനതൊരു ക്രമത്തിൽ നിങ്ങളുടെ മുമ്പാകെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട്, സത്യകൃപയിൽ നിലനിൽക്കുന്നവർ അനുസരണമുള്ളവരാണ്. ഈ സത്യം നമ്മുടെ ഹൃദയത്തിൽ പതിക്കാനായിട്ടാണ് ആവർത്തിച്ച് ഞാനിത് പറയാനായിട്ട് ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് അനുസരണമുള്ളവരാകണം? അടുത്ത സത്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒന്നാം വാക്യത്തിൽ തന്നെ നാം അടുത്ത ഭാഗത്ത് കാണുന്നു. ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പഠിക്കാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരായതിനാൽ. ഈ തളിക്കപ്പെടുക എന്നുള്ളത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. നമുക്കറിയാം, രക്ഷിക്കപ്പെടുമ്പോൾ എപ്പോഴും ക്രിസ്തുവിൻ്റെ രക്തമൊന്നും നമ്മുടെ മേൽ തളിക്കപ്പെടുന്നൊന്നുമില്ല. അപ്പോൾ തളിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കൽ എന്നേക്കുമായി നടന്ന ആ പ്രക്രിയയുടെ ഒരു ആലങ്കാരിക ശൈലിയിൽ പത്രോസ് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരായതിനാൽ നാം അനുസരണമുള്ള ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്. ഈ തളിക്കപ്പെടൽ എന്നൊക്കെ പറയുമ്പോൾ നാം പുറപ്പാട് പുസ്തകത്തിലേക്കും ലേവ്യ പുസ്തകത്തിലേക്കും നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ ചിന്ത പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പം അതിനോടുള്ള ബന്ധത്തിൽ 3 പാഠങ്ങൾ വേഗത്തിൽ പറയാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഒന്നാമതായിട്ട്, നമുക്കതിനോടുള്ള ബന്ധത്തിൽ
1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലെ 1 കൊരിന്ത്യർ 5-ാം അധ്യായം നമുക്ക് വളരെ പരിചയമായ ഒരു കാര്യം അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ പാഠമായിട്ട് ഞാൻ പറയുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വന്നിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. 1 കൊരിന്ത്യർ 5-ന്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതിൻ്റെ അവസാനത്തെ പ്രസ്താവന. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ഓക്കെ, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. പെസഹയെക്കുറിച്ചും അതിൻ്റെ സ്റ്റേജസിനെ അതിൽ ദൈവം കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ നമുക്കറിയാം, അവിടെയും ഒരു രക്തത്തെളിപ്പിനെ കുറിച്ച് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരായതിനാൽ എന്നുള്ളത് കൊണ്ട് ആ യേശുക്രിസ്തു മുഖാന്തരം ലഭിച്ച വലിയ വിടുതലിനെ ഇത് സൂചിപ്പിക്കുകയാണ്. ആ പെസഹ കുഞ്ഞാടിൻ്റെ രക്തം എത്ര വലിയ വിടുതലാണ് ഇസ്രയേൽ മക്കൾക്ക് അന്ന് നൽകിയത്. അതിന് സമാനമെന്നോണം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. പ്രത്യേകമായ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ് താനത് കോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ഇതിനോടുള്ള ബന്ധത്തിൽ അത് ആപ്ലിക്കബിൾ ആണ്. നമുക്ക് ലഭിച്ച വലിയ വിടുതൽ, നമുക്ക് പകരം ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ തീർന്നു പോയി, വലിയ വിടുതൽ നമുക്ക് ലഭിച്ചു. ആ ഓർമ്മ ഇത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അവൻ മുഖാന്തരം നമുക്ക് ലഭിച്ച വലിയ വിടുതലിനെ ഇത് ഓർപ്പിക്കുന്നു എന്നുള്ളത് ഒന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 13ഉം 14ഉം വാക്യങ്ങൾ. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 13ഉം 14ഉം വാക്യങ്ങൾ. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മരണപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജനീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. ഓക്കെ, പഴയ നിയമ തളിപ്പുകളൊക്കെ അതിനുള്ള പരിമിതികളൊക്കെ ലേഖനകാരൻ വളരെ വ്യക്തമായിട്ട് അവിടെ വരച്ച് കാണിക്കുകയാണ്. എന്നിട്ട് ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ആ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ തെളിപ്പിൻ്റെ പ്രത്യേകത പറയുന്നത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലുവാനുള്ള വലിയ പ്രവേശനം, വലിയൊരു ബാന്ധവം നമുക്ക് നൽകി എന്നുള്ള സത്യം അവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ അവൻ മുഖാന്തരം ലഭിച്ച വലിയ പ്രവേശനത്തെ ഇത് സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടി അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം തന്നെ 9-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിന്മേലും എല്ലാം രക്തം തെളിച്ചു. ഓക്കെ, അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിന്മേലും എല്ലാം രക്തം തെളിച്ചു. ഇവിടെ ഈ പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിലെ ഈ ഉപകരണങ്ങളൊക്കെ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നുള്ളത്, അതിനെ ശുദ്ധീകരിക്കുന്ന കാര്യമാണ് നാം അത് വായിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അതിനെക്കുറിച്ച് പൗലോസ് തുടിയൻ ഈ പത്രോസിൻ്റെ ലേഖന വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവിക ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു വെച്ചതിനെയാണ് ആ പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും, അവൻ മുഖാന്തരം ലഭിച്ച വലിയ ശുശ്രൂഷയെ ഇത് സൂചിപ്പിക്കുന്നു. അവൻ മുഖാന്തരം നമുക്ക് വലിയൊരു ശുശ്രൂഷ ലഭിച്ചിരിക്കുകയാണ്. അതും ഈ രക്തത്തെളിപ്പ് എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് പഴയ നിയമഭാഗങ്ങളുമായി ചേർത്ത് ചിന്തിക്കുമ്പോൾ അത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരാണ്. അത് എല്ലായ്പ്പോഴും നടക്കുന്നൊരു പ്രോസസ്സല്ല, ഒരിക്കൽ എന്നേക്കുമായിട്ട് അത് നടന്നു കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ടപ്പോൾ നാം അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് തീർന്നു. അതിൻ്റെ ഗുണങ്ങൾ വലിയ വിടുതൽ നാം അന്ന് ആസ്വദിക്കുകയാണ്. മാത്രമല്ല വലിയ പ്രവേശനം നാം ഇന്ന് എൻജോയ് ചെയ്യുകയാണ്. മാത്രമല്ല വലിയ ശുശ്രൂഷ, ഈ മഹാരാജാവിനെ സേവിക്കാനുള്ള ശുശ്രൂഷ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് പഴയ നിയമത്തിലെ ഭാഗങ്ങളുമായി ചേർത്ത് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. 6-ാമത്തെ ആശയത്തിലേക്കും വേഗം നമുക്ക് പോകാം. 6-ാമത്തെ ആശയം എന്ന് പറയുന്നത് അടുത്തതായിട്ട് നാം അവിടെ കാണുന്നത് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ന്റെ 1-ാം വാക്യത്തിൽ തന്നെ നാം ഇപ്രകാരം കാണുന്നു:
വൃതന്മാരുമായവർക്ക് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, വൃതന്മാരുമായവർക്ക് എന്നുള്ളതിന് മറ്റൊരു ഭാഷാന്തരം തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു പാഠം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഞാനും നിങ്ങളും അനുസരണമുള്ളവരാകണം? തിരഞ്ഞെടുക്കപ്പെട്ടവരായതിനാൽ. ഞാനും നിങ്ങളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ വിഷയവും വളരെ വ്യക്തമായി തിരുവെഴുത്ത് വെളിപ്പെടുത്തുമ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് പരിമിതമായ ബുദ്ധി കൊണ്ട് അസാധ്യമാണ് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഇത് ധാരാളം നമ്മൾ ഓർക്കുന്നത് പോലെ ആ ശിശുവിനുള്ള പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് ഇത് മനസ്സിലാക്കാനും ദൈവത്തെ സ്തുതിക്കാനും ആമേൻ പറയാനും കുഴപ്പമില്ല. പക്ഷെ ഇതിൻ്റെ സങ്കീർണ തലത്തിലേക്കും അതിൻ്റെ യുക്തിയിലേക്കൊക്കെ പോകുമ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് ഏറെ പ്രയാസമുള്ളതുമായ ഒരു ടോപ്പിക്കാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ എന്നെ സംബന്ധിച്ച് ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് അത് ഓർക്കുമ്പോൾ തന്നെ വളരെ കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒരു ചിന്തയായിട്ട് ഇരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതിനോടുള്ള ബന്ധത്തിലും 3 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് അനുസരണം? തിരഞ്ഞെടുക്കപ്പെട്ടവരായതിനാൽ എന്നാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. ഓക്കെ, അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പദപ്രയോഗം എന്ന് പറയുന്നത്, നാം തൻ്റെ സന്നിധിയിൽ എന്നുള്ള പ്രയോഗമാണ്. ഇന്ന് രാവിലെ ദൈവവചനം ധ്യാനിച്ചപ്പോൾ, ഇന്നലെ രാത്രി ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിന് മുമ്പാകെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്കും തൻ്റെ സന്നിധിയിൽ എന്ന് പറയുമ്പോൾ എന്തിനാ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? അവിടെ പറയുന്നുണ്ട് വിശുദ്ധരും നിഷ്കളങ്കരാകാനാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് എന്നെ സ്വാധീനിച്ചത് തൻ്റെ സന്നിധിയിൽ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവനുമായിട്ടുള്ള ആ ബന്ധത്തിന് വേണ്ടി, അവനുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടിയിട്ടാണ് അവൻ നമ്മെ സൃഷ്ടിച്ചത്. അത് നാം 1-ാമത്തെ ആശയത്തിൽ ഓർത്തതാണ്. പക്ഷെ പാപം ചെയ്ത് ഞാനും നിങ്ങളും അവനിൽ നിന്ന് അകന്നു പോയപ്പോൾ വീണ്ടും അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് തീരുവാനായിട്ട് ദൈവം, ഞാൻ ജനിക്കുന്നതിന് മുൻപേ, ഈ ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുൻപേ എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു സത്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയം. അപ്പം തൻ്റെ സന്നിധിയിൽ ആയിരിക്കാനായിട്ട്, എപ്പോഴും ആയിരിക്കാനായിട്ട്, അവനോടൊപ്പമായിരിക്കാനായിട്ട്. നമുക്കറിയാം കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ ആദ്യം പോയി സുവിശേഷം അറിയിക്കുക എന്നുള്ളതല്ല കർത്താവ് അവരെ പഠിപ്പിച്ചത്. മറിച്ച് തന്നോട് കൂടെ ഇരിക്കണം, പിന്നെ പോകേണ്ടത് അത്യാവശ്യമാണ്, പക്ഷെ കൂടെ ഇരിക്കണം എന്നുള്ളത് അതിനേക്കാൾ പ്രധാനവും അത്യുത്തമവുമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പം അവനോട് കൂടെ ഇരിക്കുവാനായിട്ട് അവൻ നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, നമുക്കൊന്ന് വായിക്കാം. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥനുപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. ഇവിടെ പ്രയോജനമില്ലാത്ത പാത്രം മാനപാത്രം, ഹീനപാത്രം മാനപാത്രം. അപ്പോൾ ദൈവം മാനപാത്രമാകാനായിട്ട് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക എന്തിനു വേണ്ടിയാ? ഉടമസ്ഥനെ ഉപയോഗമുള്ളവരായിട്ട് തീരണം. അപ്പം നാം അവൻ്റെ ഉപയോഗത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവൻ്റെ ഉപയോഗത്തിനായിട്ടുള്ള ടൂൾസുകളാണ് ഞാനും നിങ്ങളും എന്നുള്ളത് നാം വിസ്മരിക്കാനായിട്ട് പാടുള്ളത്. 3-ാമത്തെ കാര്യം നമുക്ക് ചിന്തിച്ചുകൊണ്ട് ഇത് നമുക്ക് വിടാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 28-29 വാക്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് പരിചയമുള്ളതാണെങ്കിൽ ഒന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ 3-ാമത്തെ ആശയം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ കാരണം കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ രേഖപ്പെടുത്തുകയാണ്, നാം അവനിൽ പ്രശംസിക്കുവാൻ. ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. മറിച്ച് നമ്മെ സംബന്ധിച്ച് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മിൽ തന്നെ പ്രശംസിക്കാൻ ഒന്നുമില്ല. അതൊരു യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. എന്നാൽ നമുക്ക് അത് മുഖാന്തരം
അവനിൽ പ്രശംസിക്കാൻ ഏറെയുണ്ട് എന്നുള്ളതും ഈ സത്യം നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ള സത്യം അത് അനുസരണമുള്ള ജീവിതത്തിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായിട്ട് തീരേണ്ടതാണ്. ഇവിടെ അവൻ്റെ ഉപയോഗത്തിനായി എന്നുള്ളതിനെ MV തോമസ് കർത്തൃദാസൻ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അനേകം വസ്തുക്കളിൽ ഒന്ന് മാത്രം തൻ്റെ ഉപയോഗത്തിനായി എടുത്തു എന്നുള്ളത്. അനേക വസ്തുക്കളുണ്ട്, അതിലൊന്നു മാത്രം തൻ്റെ ഉപയോഗത്തിനായിട്ട് അവൻ എടുത്തു എന്നർത്ഥത്തിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നു, ഈ ലോകത്തിൽ അനേക ജ്ഞാനികളുണ്ടായിരുന്നു, അനേകം മിടുക്കരുണ്ടായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ, തൻ്റെ പരമാധികാരത്തിൽ നമ്മെ തിരഞ്ഞെടുക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇത് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട്, അവനിൽ നിത്യം പ്രശംസിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന സത്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയം. ഒടുവിലായിട്ട് ആ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. സത്യകൃപയിൽ നിലനിൽക്കുന്നവർ അനുസരണമുള്ളവരാണ്. എന്തുകൊണ്ട് അനുസരണമുള്ളവരാണെന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ വാക്യം അതിനുള്ള ഉത്തരം നൽകുകയാണ്. നമ്മോട് വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. പത്രോസിൻ്റെ ഒരു പ്രത്യേക ശൈലിയായിട്ട് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പഠിക്കാനായിട്ട് സാധിക്കും, കൃപയും സമാധാനവും അനുഭവിക്കുന്നവരായതിനാൽ. കൃപയും സമാധാനവും അനുഭവിക്കുന്നവരാണ് സത്യകൃപയിൽ നിലനിൽക്കുന്നവർ. അതുകൊണ്ട് അവർ അനുസരണമുള്ള ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്. അതിനോടുള്ള ബന്ധത്തിലും 3 കാര്യങ്ങൾ പറഞ്ഞ്, നമുക്കറിവുള്ള കാര്യങ്ങളാണ്, അത് പറഞ്ഞ് ഞാനിന്ന് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 4:16 നമുക്കൊന്ന് വായിക്കാം. പരിചയമുള്ളതാണെങ്കിലും ഒന്നുകൂടെ തിരുവെഴുത്ത് നോക്കി വായിക്കുന്നത് നമുക്കത് നല്ലതാണ്. എബ്രായർ 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. അപ്പോൾ കൃപയും സമാധാനവും അനുഭവിക്കുന്നവരായതിനാൽ അനുസരണമുള്ളവരാണ് എന്ന് പറയുമ്പോൾ, ഈ കൃപയും സമാധാനവും എപ്പോഴും ലഭ്യമാണ് എന്നുള്ള സത്യം നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനായിട്ട് തുറന്നിരിക്കുന്ന അല്ലെങ്കിൽ തുറക്കപ്പെട്ട ഒരു കൃപാസനം നമുക്കുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഈ കൃപ പ്രാപിപ്പാനായിട്ട് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മാത്രമല്ല, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു പ്രയോഗം അവിടെയുണ്ട്. ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്കതും ചേർത്ത് ചിന്തിക്കാൻ സാധിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെ പ്രശംസിക്കും. ഈ കൃപയും സമാധാനവും മതിയായതാണ്. ഈ പാരിലെ പരദേശ പ്രയാണത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ നേരിട്ടാലും ദൈവത്തിൽ നിന്ന് ലഭ്യമായ ഈ കൃപ, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ ശക്തി, അത് മതിയായതാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസിനോടും ദൈവം പറഞ്ഞത്, എൻ്റെ കൃപ നിൻ്റെ ഈ ബലഹീനതയിൽ മതിയായതാണ് എന്നുള്ളതാണ്. ഈ പത്രോസിൻ്റെ അനുവാചകരുടെ അവസ്ഥ ഇതിന് സമാനമാണ്. വളരെ പീഡനങ്ങളിലൂടെയൊക്കെ അവർ കടന്നു പോകുമ്പോഴും ഈ ലഭ്യമായ കൃപ അവർക്ക് മതിയായതാണ് എന്നുള്ളത്, കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ എന്നുള്ളതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ആ പ്രയോഗം തന്നെ അവിടെ കാണുന്നുണ്ട്, ഇത് വർദ്ധിക്കുന്നതാണ് എന്നുള്ളതാണ്. എങ്ങനെയത് വർദ്ധിക്കുക? അതുകൂടെ വേഗത്തിലൊന്ന് വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ ശക്തി, ദൈവിക സമാധാനം അനുഭവിക്കാനായിട്ട്, അത് വർദ്ധമാനമായ രീതിയിൽ അനുഭവിക്കാനായിട്ട് എങ്ങനെ സാധിക്കും? അതിൻ്റെ രഹസ്യം കർത്താവ് ദിവസവും ചെയ്യാൻ പറഞ്ഞ ഏക കാര്യം. നമുക്കറിയാം, ബൈബിൾ വായിക്കണമെന്ന് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ബൈബിൾ ദിവസവും വായിക്കേണ്ടതാണ്. പക്ഷേ ഡെയിലി ചെയ്യണമെന്ന് കർത്താവ് എടുത്തു പറഞ്ഞ ഏക കാര്യം ഇതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഇത് കൃപയും സമാധാനവും വർദ്ധമാനമായ രീതിയിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ദിനംതോറും സ്വയത്തിന് മരിക്കണം. ഞാൻ ക്രൂശിക്കപ്പെട്ടവനാണ്. എനിക്ക് സ്വയമായി എന്നെ
എന്തെല്ലാം ആരോപണങ്ങൾ പറഞ്ഞാലും എനിക്ക് സ്വയമായി പ്രതികരിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഞാൻ ക്രൂശിലാണ്. ഈ ചിന്ത നമ്മെ ഭരിച്ച് നാം തൊഴിലിടങ്ങളിലും ഭവനത്തിലും നാം ആയിരിക്കുന്ന മേഖലകളിൽ ജീവിച്ചാൽ ഈ കൃപയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ വർദ്ധമാനമായ രീതിയിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, വചനം ധ്യാനിക്കണം എന്നൊക്കെ ഞാനും പണ്ട് കുട്ടികളോട് ആവർത്തിച്ച് സൺഡേ സ്കൂളിലൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ അവരോട് ഏറെ ഉത്ബോധിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, അതൊക്കെ നല്ലതാണെങ്കിലും കർത്താവ് നേരിട്ട് ഡെയിലി ചെയ്യാൻ പറഞ്ഞ ഈ സത്യം നാം വിസ്മരിച്ചു പോയി എന്നുള്ളത് നമ്മുടെ ജീവിതങ്ങളിലെ അനേക നാളുകൾ പരാജയപ്പെട്ട ജീവിതം നയിക്കാൻ കാരണമായി എന്നുള്ള സത്യം എനിക്ക് മനസ്സിലാക്കാനിടയായിട്ട് തീർന്നു. അപ്പോൾ ദിനംതോറും ക്രൂശിക്കപ്പെട്ട അനുഭവത്തിൽ ജീവിക്കുക, അങ്ങനെ ജീവിക്കാൻ ശീലിക്കുക, പരിശ്രമിക്കുക. കർത്താവ് ദിവസവും ചെയ്യാൻ പറഞ്ഞ ഈ കാര്യത്തിന് നാം ശ്രദ്ധ കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ കൃപയും സമാധാനവും വർദ്ധിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് ആത്മീക സത്യങ്ങൾ ഈ 2 വാക്യങ്ങളിലുള്ളത് ഒന്ന് ക്രമത്തിൽ പങ്കിടാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഇതിലേതെങ്കിലും ആശയങ്ങൾ, സത്യങ്ങൾ, നിത്യമായ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നുവെങ്കിൽ അത് ദൈവനാമത്തിന് മഹത്വപ്പെടുവാനായിട്ട് കാരണമായിട്ട് തീരും. എന്തുകൊണ്ട് അനുസരണമുള്ളവരാണ് സത്യകൃപയിൽ നിലനിൽക്കുന്നവർ എന്നുള്ളതാണ് ഇത്രയും നേരം ഞാൻ പറയാനായിട്ട് ഇടയായിട്ട്. ഒന്ന്, ക്രിസ്തുവിനുള്ളവരായ നാം താന്താങ്ങൾക്കുള്ളവരല്ല, നാം വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അതുകൊണ്ട് നാം അനുസരണമുള്ളവർ ജീവിതം നയിക്കണം. എന്തുകൊണ്ട് നാം അനുസരണമുള്ള ജീവിതം നയിക്കണം? നാം പരദേശികളാണ്, നമ്മുടെ സ്വന്തം ദേശം ഇവിടെയല്ല. അതുകൊണ്ട് അനുസരണമുള്ള ജീവിതം നയിക്കണം. എന്തുകൊണ്ട് അനുസരണമുള്ള ജീവിതം നയിക്കണം? പിതാവായ ദൈവം എളിയവരും ദരിദ്രരുമായ നമ്മെ മുന്നറിഞ്ഞു. അവനുമായൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ദൈവം അവസരം നൽകി. അതുകൊണ്ട് അവനോട് അനുസരണമുള്ളവരായിട്ട് നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയമാകുന്ന പണിശാലയിൽ പണി ചെയ്യാൻ തൽപരനാണ്. പക്ഷേ എത്രയോ നാളുകളായി അത് പൂട്ടിക്കെടുക്കുന്ന അനുഭവത്തിലാണ്. നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുക. നാം ഒന്ന് മനസ്സ് വെച്ചാൽ, ദിനംതോറും ക്രൂശിൻ്റെ അനുഭവത്തിൽ ജീവിച്ചാൽ ദൈവാത്മാവ് നമ്മിൽ പ്രവർത്തിക്കും. അത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, അനുസരണമുള്ള ജീവൻ നയിപ്പാനായിട്ട് ഇടയായിട്ട് തീരും. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ തളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അനുസരണമുള്ള ജീവിതം നയിക്കേണ്ടതാണ്. മാത്രമല്ല, പിതാവായ ദൈവത്താൽ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അത് ദൈവത്തിൽ പ്രശംസിക്കുവാൻ, അവൻ അനുസരിക്കുവാൻ നമ്മെ സഹായിക്കേണ്ട. ഒടുവിലായിട്ട് കൃപയും സമാധാനവും അനുഭവിക്കുന്ന വരും ദിവസങ്ങളിൽ ഈ വചനം സത്യകൃപയിൽ നിലനിൽക്കുന്നവർ അനുസരണമുള്ള ജീവിതം നയിക്കുമെന്നുള്ള വചനത്തോട് വിശ്വസ്തത പുലർത്തി കേട്ട വചനങ്ങൾ കാത്തുകൊണ്ട് ജീവിപ്പാൻ വചനം പറഞ്ഞ എന്നെയും കേട്ട നിങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ.